കാണാതായവരുടെ പട്ടിക പുറത്തുവിട്ടു. 138 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. പട്ടിക അന്തിമമല്ലെന്ന് റവന്യൂ വകുപ്പ്. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെതിരെ ചുമത്തിയ 107-ാം വകുപ്പ് തൃശൂർ RDO കോടതി റദ്ദാക്കി. കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്നും ഇത്തരം നീതി നിഷേധം ഇനി ആർക്കെതിരെയും ഉണ്ടാവരുതെന്നും അനീഷ് കുമാർ. ചില ആളുകളുടെ പിന്തിരിപ്പൻ നിലപാടാണ് എവിടെയും എത്തിപ്പെടാൻ പറ്റാത്തതെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ്. വികസന കാഴ്ചപ്പാടിലെ മനോഭാവം മാറാത്തിടത്തോളം കാലം നമ്മുടെ നാട് രക്ഷപ്പെടില്ലെന്നും മേയർ. അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച 50 ലിറ്റർ മദ്യവുമായി ഓട്ടോ ഡ്രൈവറെ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. പുതൂർക്കര സ്വദേശി ഷിബുവാണ് പിടിയിലായത്. വൈദ്യുതി ബിൽ അടച്ചില്ല. കൊടുങ്ങല്ലൂർ മുസ്ലിംസ് ആക്ടിവിറ്റി സെന്ററിലെ ഫ്യൂസ് ഊരി KECB. ജാഗ്രത മുന്നറിയിപ്പില്ലാതെ പീച്ചി ഡാം തുറന്നതിനെതിരെ പ്രതിഷേധം തുടരുന്നു. വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുത്തൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി കെ രാജന്റെ കോലം മണലിപ്പുഴയിൽ ഒഴുക്കി പ്രതിഷേധിച്ചു. നമസ്കാരം, ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പുറത്തുവിട്ടു. 138 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. ഇവരുടെ ചിത്രങ്ങളും പുറത്തുവിട്ടു. ഇതേസമയം പട്ടിക അന്തിമമല്ലെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. കാണാതായവർക്കു വേണ്ടി ചൂരൽമലയിലും മുണ്ടക്കയിലും 9-ാം ദിവസമായ ഇന്നും തിരച്ചിൽ തുടരുകയാണ്. ചാലിയാർ പുഴയിലും പരിശോധന നടത്തുന്നുണ്ട്. 152 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെതിരെ പോലീസ് ചുമത്തിയ 107-ാം വകുപ്പ് തൃശൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി റദ്ദാക്കി. സ്ഥിരം കുറ്റവാളികളെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാൻ ചുമത്താറുള്ള ക്രിമിനൽ നടപടി നിയമത്തിലെ 107-ാം വകുപ്പ് പ്രകാരമാണ് ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെതിരെ കേസെടുത്തിരുന്നത്. ഈസ്റ്റ് പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തു. അനീഷ് കുമാർ തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായും സമാധാന അന്തരീക്ഷത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതായും ഈസ്റ്റ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ പ്രതികാര രാഷ്ട്രീയമാണ് CPM-ഉം പോലീസും ചേർന്ന് നടപ്പിലാക്കിയതെന്നാരോപിച്ച് ബി.ജെ.പി. DIG ഓഫീസ് മാർച്ച് നടത്തിയിരുന്നു. കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്നും ഇത്തരം നീതി നിഷേധം ഇനി ആർക്കെതിരെയും ഉണ്ടാകരുതെന്നും വിധിയെക്കുറിച്ച് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ പ്രതികരിച്ചു. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരിയാണ് കോടതിയിൽ ഹാജരായത്. ചില ആളുകളുടെ പിന്തിരിപ്പൻ നിലപാടാണ് നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റാത്തതെന്നും വികസന കാഴ്ചപ്പാടിലെ മനോഭാവം മാറാത്തിടത്തോളം കാലം നമ്മുടെ നാട് രക്ഷപ്പെടില്ലെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷന്റെ സഹകരണത്തോടെ പള്ളിക്കുളത്ത് സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ. നാം എന്തുകൊണ്ട് രാഷ്ട്രപിതാവിനെ മറക്കുന്നുവെന്നും താൻ മേയറായി വന്ന ശേഷമാണ് രാഷ്ട്രപിതാവിന്റെ പ്രതിമ കോർപ്പറേഷനിൽ സ്ഥാപിച്ചതെന്നും മേയർ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത ഡിവിഷൻ കൌൺസിലർ ലീല വർഗീസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, കൌൺസിലർമാരായ സിന്ധു ആൻഡോ ചാക്കോള, അഡ്വക്കേറ്റ് വില്ലി, തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി തരകൻ, കോർപ്പറേഷൻ സൂപ്രണ്ട് എഞ്ചിനീയർ ഷൈബി ജോർജ്, CK ജോയ്, അഡ്വക്കേറ്റ് സണ്ണി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. 1927-ൽ മഹാത്മാഗാന്ധിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥമാണ് ഗാന്ധിജിയുടെ പ്രതിമ പള്ളിക്കുളത്ത് സ്ഥാപിച്ചത്. പയ്യന്നൂർ സ്വദേശിയായ ചിത്രൻ കുഞ്ഞുമംഗലമാണ് ശില്പി. അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച 50 ലിറ്റർ മദ്യവുമായി ഓട്ടോ ഡ്രൈവറെ തൃശൂർ എക്സൈസ് സംഘം പിടികൂടി. ഒളരി പുതൂർക്കര സ്വദേശി വടക്കുംപറമ്പിൽ ഷിബുവാണ് എക്സൈസിന്റെ പിടിയിലായത്. 1/2 ലിറ്ററിന്റെ 100 കുപ്പികൾ അടങ്ങിയ വൻ മദ്യശേഖരമാണ് ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത്. ഡ്രൈ ഡേയ്ക്കും അതിഥി തൊഴിലാളികൾക്കും ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിനായിരുന്നു മദ്യം വാങ്ങി സൂക്ഷിച്ചതെന്ന് ഇയാൾ എക്സൈസ് സംഘത്തിന് മൊഴി നൽകി. ഘട്ടം ഘട്ടമായി ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വരികയായിരുന്നുവെന്നും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യശേഖരം പിടികൂടിയതെന്നും തൃശൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KC അനന്തൻ പറഞ്ഞു. നമുക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കരദേശം വടക്കുംപറമ്പിൽ വീട്ടിൽ ശ്രീനിവാസൻ മകൻ ഷിബു 41 വയസ്സായ ആളെ 50 കുപ്പി മദ്യമായിട്ട് പിടിച്ചിട്ടുള്ളതാണ്. നമുക്കത് പലപ്പോഴായിട്ട് രഹസ്യ വിവരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ നിരന്തരമായിട്ട് ഇദ്ദേഹത്തിന് പിന്നാലെ തന്നെ നമ്മൾ പോയിരുന്നു. അങ്ങനെയാണ് ഇന്ന് അത് പരിപൂർണതയിലേക്ക് എത്തിയത്. രാവിലെ വൈകിട്ട് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് സാധനം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്.
ആള് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഓട്ടോറിക്ഷ ഓടിക്കും. അതിൻ്റെ ഇടയിൽ സ്ഥിരമായിട്ട് KSBC ഷോറൂമുകളിൽ നിന്ന് സ്ഥിരമായിട്ട് കുറേശ്ശെ മദ്യം മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടാണ് വിൽപ്പന നടത്തുന്നത്. അതായത് ദിവസം ഒരു 6 ലിറ്റർ വീതം മേടിച്ച് പല ബീവറേജ് ഷോപ്പിൽ നിന്ന് അതിൻ്റെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ മുടക്ക് ദിവസങ്ങളിൽ അത് കൂടുതൽ വിൽപ്പന നടത്താൻ പറ്റും. പിന്നെ രാവിലെയും നേരത്തെ വിൽപ്പന നടത്തും. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർ മുജീബ് റഹ്മാൻ, വി തൗഫീഖ്, ബിനീഷ് ടോമി, VK ശ്രീജിത്ത്, അരുൺകുമാർ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. TCV തൃശൂർ. വൈദ്യുതി ബിൽ അടച്ചില്ല. മുസ്ലിസ് ആക്ടിവിറ്റി സെന്ററിലെ ഫ്യൂസ് KECB ഊരി. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പറമ്പിൽ നിർമ്മിച്ച ആക്ടിവിറ്റി സെന്ററിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. മുസ്ലിസ് പൈതൃക പദ്ധതിക്ക് കീഴിൽ നടത്തുന്ന ഉദ്ഖനനത്തിലൂടെയും മറ്റും ലഭിക്കുന്ന പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതിനായാണ് 11 വർഷം മുൻപ് ആക്ടിവിറ്റി സെന്റർ നിർമ്മിച്ചത്. തുടക്കത്തിൽ ഏതാനും ചില പരിപാടികൾ നടന്നതൊഴിച്ചാൽ ആക്ടിവിറ്റി സെന്റർ കാഴ്ചവസ്തുവായ അവസ്ഥയിലാണ്. പുരാവസ്തു വകുപ്പിന് വിട്ടുകൊടുത്ത കെട്ടിടത്തിലെ ഒരു മുറി മാത്രമാണിപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ വൈദ്യുതിയില്ലാത്ത അവസ്ഥയാണ്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഒഴിവാക്കി പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ വിനിയോഗിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ VM ജോണി ആവശ്യപ്പെട്ടു. കോടാനുകോടി രൂപ കൊടുത്ത് മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത് ഈ പുരാവസ്തു, അതായത് ഈ കോട്ടപ്പുറം കോട്ടയിൽ നിന്നും പട്ടണത്തു നിന്നും ഈ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ പ്രദേശങ്ങൾ എവിടെ നിന്നുണ്ട് അവിടെ നിന്ന് ഉദ്ഖനനം ചെയ്തെടുക്കുന്ന വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു ബിൽഡിംഗാണിത്. പക്ഷേ 2013-12 കാലഘട്ടത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇതേവരെ ഇതൊരു യാതൊരു ഉപകാരമില്ല. അതിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആകെ വർക്ക് ചെയ്യുന്നത് ആർക്കിയോളജിയുടെ ഒരു ഓഫീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ബിൽഡിങ് മറ്റാവശ്യങ്ങൾക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാവരും ഗവൺമെൻറ്റിന് തന്നെ ആർട്ട് ഗാലറി പോലുള്ള മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കെട്ടിടം വിനിയോഗിക്കണം. അടിയന്തരമായിട്ട് ഇതിനകത്തേക്ക് കറണ്ട് സപ്ലൈ കിട്ടുവാനായിട്ട് കുടിശ്ശിക ഉണ്ടെങ്കിൽ അടച്ച് സപ്ലൈ തരുവാനുള്ള നടപടികളൊക്കെ ആരംഭിക്കണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ. TCV കൊടുങ്ങല്ലൂർ. നടത്തറ പഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളിലെ പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പീച്ചി ഡാം മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. അടുത്ത മഴക്കാലത്തിന് മുൻപ് പുഴയ്ക്കും തോടിനും നടുക്കുള്ള ചെളിയും പുല്ലും ചണ്ടിയും നീക്കം ചെയ്യുകയും ഡാമിലെ ചെളി നീക്കം ചെയ്യുക, കൈനൂർ ചിറയിൽ പുതിയ മോഡൽ ഷട്ടർ നിർമ്മിക്കുക, പീച്ചി ഡാമിലെ വെള്ളം വർഷക്കാലത്ത് ഘട്ടം ഘട്ടമായി തുറന്നുവിടുക എന്നീ ആവശ്യങ്ങൾ പ്രതിഷേധ ധർണയിൽ ഉന്നയിച്ചു. VA കൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. രവി കിഴക്കൂട്ടിൽ, KR രാജീവ് എന്നിവർ സംസാരിച്ചു. മന്ത്രി K രാജന്റെ കോലം മണലിപ്പുഴയിൽ ഒഴുക്കി പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ജാഗ്രതാ മുന്നറിയിപ്പില്ലാതെ പീച്ചി ഡാം മണിക്കൂറുകൾക്കകം തുറന്നുവിട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പുത്തൂരിൽ നടന്ന പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ്, ഷൈജു കുര്യൻ, പ്രവീൺ രാജു, ജിസൻ സണ്ണി, CS ശ്രീജു, ആൽബിൻ ആൻഡ്രോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിൽ കനത്ത മഴയിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ദുരിതാശ്വാസം എത്തിക്കുന്നതിൽ അധികാരികൾക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. 2018-ലേതിന് സമാനമായ സാഹചര്യമാണ് ഇത്തവണയുണ്ടായത്. ഒരാഴ്ചക്കാലമാണ് ജില്ലയിലെ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായത്. വെള്ളക്കെട്ടുണ്ടായി 10 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ ഇതുവരെ ദുരിതബാധിതർക്ക് എന്ത് ചെയ്യുമെന്നോ നഷ്ടപരിഹാരം നൽകുമെന്നോ പറയാത്തത് അപലപനീയമാണ്. ദുരിതബാധിതർക്ക് സൗജന്യ റേഷൻ പോലും പ്രഖ്യാപിക്കാത്തത് ഗുരുതര വീഴ്ചയാണ്. ഡാം ജാഗ്രതാ മുന്നറിയിപ്പില്ലാതെ മണിക്കൂറുകൾക്കകം തുറന്നുവിട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് കത്ത് നൽകിയതായി അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ പറഞ്ഞു.
പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നവർ വികസന വിരുദ്ധരാണെന്ന കാഴ്ചപ്പാട് മാറണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. സോഷ്യലിസ്റ്റ് നേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ സാണ്ടർ കെ തോമസിന്റെ അനുസ്മരണ സമ്മേളനം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാണ്ടർ കെ തോമസ് അവാർഡ് മന്ത്രി P. രാജീവിന് ശ്രേയാംസ് കുമാർ സമ്മാനിച്ചു. പുരസ്കാര തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. അനുസ്മരണ സമിതി ചെയർമാൻ ജെയ്സൺ മാണി അധ്യക്ഷനായി. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മോറോലി, സനീഷ് കുമാർ ജോസഫ് MLA, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, VO പൈലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രിയായതിനു ശേഷം ഇപ്പോൾ രണ്ടാമത്തെ പുരസ്കാരമാണ്. ശ്രേയാംസ് നേരത്തെ തന്നെ വിളിച്ചു, ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, എന്തായാലും വരണമെന്ന് പറയുകയുണ്ടായി. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ പാമ്പാടി ലക്കിടി പാലം ശോച്യാവസ്ഥയിൽ. പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. സ്പാനുകൾക്കിടയിലുള്ള വിടവുകൾ കൂടുതൽ അകന്ന നിലയിലാണ്. ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കുലുക്കവും ശബ്ദവും അനുഭവപ്പെടും. പാലത്തിന് 50 വർഷത്തെ പഴക്കമാണുള്ളത്. അടിഭാഗത്തെ കോൺക്രീറ്റ് പാളികൾ ഇളകി കമ്പികൾ കാണത്തക്ക വിധത്തിലാണുള്ളത്. ഗുരുവായൂർ കണ്ടാണശ്ശേരി പാരിസ് റോഡിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യാത്രക്കാരന് പരിക്ക്. ചൂണ്ടൽ വെട്ടുകാട് മണ്ഡകത്തിങ്കൽ വിപിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത്താണി ബൈപ്പാസ് പത്താഴക്കുണ്ട് ഡാം റോഡ് നവീകരിക്കാൻ നടപടി. ഇതിനായി 1.5 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അറിയിച്ചു. ആദ്യഘട്ടമായി ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ 25 ലക്ഷം രൂപ വീതവും അനുവദിക്കും. മഴക്കാലം കഴിഞ്ഞാലുടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ തുടങ്ങിയവരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. അത്താണിയിൽ നിന്ന് തുടങ്ങി പറമ്പായി വഴി പത്താഴക്കുണ്ടിലേക്ക് എത്തുന്ന റോഡ് അതിൻ്റെ ഒരു വലിയ ദുർഘടാവസ്ഥയിലാണ് ഇപ്പോൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി കാലങ്ങളിലായി വിവിധ തരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ഒന്ന് നടത്താനും റോഡിൻ്റെ പണികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ വേണ്ടത്ര രീതിയിൽ അതിൻ്റെ ഫണ്ട് ലഭിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. കാലവർഷം ശക്തമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങരയിൽ റോഡ് കുളമായി. വെള്ളിക്കുളങ്ങര സെന്റർ, ഗ്രാമീണ വായനശാല പരിസരം എന്നിവിടങ്ങളിലായി നിരവധി കുഴികളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആഴമുള്ള കുഴികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കുഴികളിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും ദുരിതമായിട്ടുണ്ട്. എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തി കുഴികൾ അടയ്ക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്ര പുത്തുക്കാവ് റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ യാത്ര ദുഷ്കരമായി. പേരാമ്പ്ര മാപ്രാണം PK ചാത്തൻ മാസ്റ്റർ റോഡിൽ പേരാമ്പ്രയിലാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ചെറുകുന്ന്, പുത്തൂക്കാവ്, പേരാമ്പ്ര പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത്. പേരാമ്പ്ര അപ്പോളോ ടയർ ഫാക്ടറി, സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ, സർക്കാർ ആയുർവേദ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവർക്ക് ഈ റോഡാണ് ആശ്രയം. മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു. നിരവധി വാഹനങ്ങൾ, പ്രത്യേകിച്ചും അപ്പോളോ ടയേഴ്സിലേക്കുള്ള വാഹനങ്ങൾ രാത്രി 10 മണിക്കാണ് പോകുന്നതും അതുപോലെ തന്നെ വരുന്നതും. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കനാലിൽ നിന്ന് വരുന്ന വെള്ളവും അതുപോലെ തന്നെ ഈ റോഡിലെ പെയ്ത്ത് വെള്ളവും നിറഞ്ഞ് റോഡും അതുപോലെ തന്നെ ഈ തോടും ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഒരു വർഷത്തോളമായി ഈ റോഡ് തകർന്നു കിടക്കുന്നു. മഴക്കാലമായപ്പോഴാണ് അതീവ ഗുരുതരാവസ്ഥയിൽ റോഡ് എത്തിയിട്ടുള്ളത്. ഒരു 3 അടിയെങ്കിലും ഉയർത്തി റോഡ് പണിതാൽ മാത്രമേ ഇവിടത്തെ വെള്ളക്കെട്ട് ഒഴിവാകുകയുള്ളൂ. സമീപത്തുകൂടി കടന്നുപോകുന്ന പുത്തൂക്കാവ് ഇറിഗേഷൻ ബ്രാഞ്ച് കനാൽ കവിഞ്ഞൊഴുകുന്ന വെള്ളവും ഈ റോഡിലേക്ക് കുത്തിയൊലിച്ചെത്തുന്നുണ്ട്. റോഡിൽ വീഴുന്ന മഴവെള്ളം ഒഴുകിപ്പോകാനായി ഒരു വശത്ത് നിർമ്മിച്ചിട്ടുള്ള കാന പുല്ലും മണ്ണും നിറഞ്ഞ അവസ്ഥയിലാണ്. റോഡിന്റെ ശോചാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഈയിടെ ധർണ സംഘടിപ്പിച്ചിരുന്നു. മഴ ദുർബലമായ സാഹചര്യത്തിൽ റോഡിലെ കുഴികൾ നികത്തി ദുരിതം പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യുവജന ദിനം വിവിധ പരിപാടികളോടെ തൃശൂരിൽ സംഘടിപ്പിക്കും. യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല മത്സരങ്ങൾ ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നടക്കും. തൃശൂർ ടൗൺ ഹാൾ, മണ്ണുത്തി വെറ്റിനറി കോളേജ്, നടത്തറ അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവിടങ്ങൾ വേദികളാകും. മാരത്തോൺ, ക്വിസ്, വാക്കത്തോൺ മത്സരങ്ങൾ, ഫ്ലാഷ് മോബ്, HIV ബോധവൽക്കരണത്തെക്കുറിച്ച് പര്യടനം നടത്തുന്ന 2 KSRTC ബ്രാൻഡഡ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ്, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും.
പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച ടൗൺ ഹാളിൽ നടക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. HIV നോഡൽ ഓഫീസർ ഡോക്ടർ അജയ് രാജ്, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ PA സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. മാള അന്നമനട റോഡിൽ നിറഞ്ഞുകിടക്കുന്ന ചെളി കാൽനട യാത്രികർക്ക് ദുരിതമാകുന്നു. മാള ബസ് സ്റ്റാൻഡിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയിലാണ് ചെളി നിറഞ്ഞുകിടക്കുന്നത്. വാഹനം വരുമ്പോൾ ഇറങ്ങി നടക്കാൻ കഴിയാതെ മാലിന്യം നിറഞ്ഞ റോഡിലൂടെ പോകേണ്ട അപകടാവസ്ഥയാണുള്ളത്. ഏറെക്കാലമായി ഇത്തരത്തിൽ വെള്ളവും മാലിന്യവും നിറഞ്ഞ നിലയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രധാന റോഡിന്റെ വശങ്ങളിൽ നടക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയുണ്ടെന്ന് നേരത്തെ തന്നെ പരാതിയുണ്ടായിരുന്നു. മാള പോസ്റ്റ് ഓഫീസ് റോഡിൽ വാഹനങ്ങൾ വരുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളുടെ വരാന്തയിലേക്ക് കയറി നടന്നു പോകേണ്ട അവസ്ഥയിലാണ്. വയനാടിന് താങ്ങായി ആളൂരിലെ ഓട്ടോ തൊഴിലാളികൾ. ആളൂർ കല്ലേറ്റുംകരയിലെ ഓട്ടോ തൊഴിലാളികൾ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് 8 വരെ ഓടുന്ന ഓട്ടോ കൂലി വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകും. വയനാട്ടിൽ DYFI നിർമ്മിക്കുന്ന വീടുകൾക്കായാണ് ഓട്ടോ തൊഴിലാളികൾ പണം നൽകുക. ഷാജൻ കള്ളിപ്പളപ്പിൽ, TS ഷാജു, വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാടിന് കൈത്താങ്ങായി ചാഴൂരിലെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമ ഉണ്ണിരാജൻ സഹായധനം നൽകി മാതൃകയായി. 10,000 രൂപ ധനസഹായമായി നാട്ടിക MLA CC മുകുന്ദന് കൈമാറി. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, മണികണ്ഠൻ, സലിൻകുമാർ, രാമകൃഷ്ണൻ, ശക്തിധരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യാറുണ്ട്, ആരോടും പറയാറൊന്നുമില്ല. പക്ഷേ ഇത് ഇപ്പം അങ്ങനെ പരസ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് എനിക്ക് ചെറിയൊരു ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതിനേക്കാളും വലിയതോ ചെറുതോ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും തോന്നുമല്ലോ അത് കാണുമ്പോഴെങ്കിലും. രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുകയാണ് മതിലകം ചെമ്പൈ പാടത്തെ 30ഓളം കുടുംബങ്ങൾ. നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും ദുരിതക്കയത്തിൽ നിന്ന് ഇവർക്ക് മോചനമായില്ല. മതിലകം പഞ്ചായത്തിലെ 9ാം വാർഡിൽ വരുന്ന ഈ പ്രദേശം 2 പതിറ്റാണ്ടിലേറെയായി രൂക്ഷമായ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ്. പെയ്ത്ത് വെള്ളത്തോടൊപ്പം ദേശീയപാതയ്ക്കരികിലെ കാനയിലൂടെ ഒഴുകുന്ന മലിനജലവും ചെമ്പൈ പാടത്ത് കെട്ടിനിൽക്കുകയാണ്. ഈ മലിനജലം നീന്തിയാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും. മഴ പെയ്താൽ പല വീട്ടുകാരും ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറുകയാണ് പതിവ്. നിരന്തരം പരാതി നൽകിയിട്ടും ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. തോട് മാടിയിട്ടല്ല കാണ കെട്ടിയിട്ടുള്ളൂ, പറമ്പിന്റെ മേലെ കൂടി കാണ കെട്ടി പൊക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവർ ഞങ്ങളോട് പറയുന്നത് ഈ കാണയുടെ ഒപ്പം നിങ്ങൾ മണ്ണിടണം, അല്ലാണ്ട് നടക്കൂലെന്ന്. അത് മുതലാവണ കാര്യമാണ്. ഇത്ര അടി പൊക്കത്തിൽ കാണ കെട്ടിട്ട് അത്രയും ഞങ്ങൾ മണ്ണിടാന്ന് പറഞ്ഞാല് പഞ്ചായത്തിൽ അന്ന് മുതൽ എല്ലാവരും ചെന്ന് പറയും. എന്നിട്ട് ആ പഞ്ചായത്തിൽ യാതൊരു വിവരമില്ല. അന്നൊക്കെ നോക്കും, എല്ലാവരും വന്ന് നോക്കിയിട്ട് നമുക്കൊരു പരിഹാരമില്ല. എന്നൊക്കെ പറയും വെള്ളം പറ്റട്ടെ നമുക്ക് ശരിയാക്കി തരാം. എല്ലാ വർഷവും അങ്ങനെ പറഞ്ഞു നമ്മൾ ഇത്രയും നാളായി. ഒരിക്കൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി മുഴക്കിയതോടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പരിഹാരം ഉറപ്പു നൽകിയതാണ്. എന്നാൽ വാക്ക് പാലിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതോടെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് ഇപ്പോൾ ഏതാണ്ട് 10-25 വെള്ളമായിട്ടുണ്ടാവും. വെള്ളം ഒഴുകിപ്പോവാതെ നമ്മുടെ മലം പഞ്ചായത്ത് ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട്. MLA ടൈസൺ മാഷ്ക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്കിലും പഞ്ചായത്തിലും അവർ പറയുന്നത് വെച്ചാൽ റോട്ടിലെ കാണ വീതി കൂട്ടണം, അതിന് വീതി കൂട്ടാൻ ഹൈവേ സമ്മതിക്കുന്നില്ല എന്നാണ്. 5 കൊല്ലം മുന്നേ ഞങ്ങളുടെ വോട്ട് ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞ് കൂടെ ഫ്ലെക്സ് ഒക്കെ വെച്ച് ഈ 5 കൊല്ലത്തിനുള്ളിൽ ഇതിലെല്ലാം വെള്ളക്കെട്ടിന് പരിഹാരം കാണിക്കുന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കൊണ്ട് വോട്ട് വെച്ചതിന് ശേഷം യാതൊരു സൊല്യൂഷനും ഉണ്ടായിട്ടില്ല. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്ന് എലിപ്പനി ബാധിച്ച് ഗൃഹനാഥൻ ആശുപത്രിയിലായതോടെ കടുത്ത രോഗഭീതിയിലാണ് സ്ഥലവാസികൾ. കൊതുക് ശല്യവും രൂക്ഷമാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മലിനജലം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിരന്തരം ബോധവൽക്കരിക്കുന്നതിനിടയിലാണ് ചെമ്പൈ പാടത്തെ ഈ ദുരവസ്ഥ. TCV ന്യൂസ്, കയ്പമംഗലം. കുളമ്പ് രോഗം, ചർമ്മമുഴ എന്നീ രോഗങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത നിർവഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത്, CK ഷിജി, KK സൈനുദ്ദീൻ, സുമന ജോഷി, ഡോക്ടർ ആര്യ എന്നിവർ സംസാരിച്ചു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലയുടെ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളും എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണവും തൃശൂർ മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ MN വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ റെജി ജോയ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇൻചാർജ് MV സുനിൽകുമാർ, ജില്ലാ പ്രോജക്ട് ഓഫീസർ ഡോക്ടർ NJ ബിനോയ്, ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് KP ബിന്ദു, വിദ്യാരംഗം സ്കൂൾ ജില്ലാ കോർഡിനേറ്റർ MN ബർജിലാൽ, കൺവീനർ റീബ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ദേശമംഗലം ഒലിച്ചിയിലെ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്.
ദേശമംഗലം ഒലിച്ചിയിലെ ചെക്ക് ഡാം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് ചെറിയ വെള്ളച്ചാട്ടമായി മാറിയതാണ് നാട്ടുകാർക്ക് കാഴ്ചയൊരുക്കുന്നത്. നിരവധി പേരാണ് ഇത് കാണാനായി എത്തുന്നത്. മഴ കനക്കുമ്പോൾ മാത്രമാണ് ചെക്ക് ഡാം നിറഞ്ഞൊഴുകുന്നത്. ബാക്കി സമയത്തൊക്കെയും പ്രദേശവാസികൾ കുളിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കൃഷിഗ്രാമമായിരുന്ന ദേശമംഗലം പ്രദേശത്ത് രാജഭരണകാലത്ത് കൃഷിക്ക് വെള്ളം കണ്ടെത്തുന്നതിനായാണ് ചെക്ക് ഡാം പണി കഴിപ്പിച്ചത്. ദേശമംഗലം മനയിലെ നാടുവാഴികൾ ബ്രിട്ടീഷുകാരുമായി സഹകരിച്ചാണ് ചെക്ക് ഡാം നിർമ്മിച്ചതെന്നും പറയുന്നുണ്ട്. പിന്നീട് ദേശമംഗലത്ത് കൃഷി കുറവായതോടെയും ചെക്ക് ഡാം മഴക്കാലത്ത് മാത്രം നിറയുന്ന സാഹചര്യം വന്നതോടെ ഡാമിൻ്റെ ഉപയോഗം കുറഞ്ഞു. മഴക്കാലത്ത് ചെറിയ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദനം, ഡാമിൻ്റെ ചുറ്റിലുമുള്ള പ്രദേശത്ത് പാർക്ക് നിർമ്മാണം എന്നിവ തുടങ്ങി. മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ഒലിച്ചി ചെക്ക് ഡാമിനെ കേന്ദ്രീകരിച്ച് നിരവധി പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും നടപ്പായില്ലെന്ന് ദേശമംഗലത്തെ പൊതുപ്രവർത്തകൻ ലക്ഷ്മണൻ പറഞ്ഞു. ഈ പ്രദേശത്തെ മുഴുവൻ ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു നീന്തൽ പരിശീലന ക്ലാസ് കൊടുക്കാൻ സൗകര്യമാവുന്ന ഒരു ഡാമാക്കി മാറ്റുന്ന ഒരു സംവിധാനം പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് അതിനാവശ്യമായ ഫണ്ട് അതിലേക്ക് വകവെച്ച് അത് നിർമ്മാണം നടത്തണമെന്നാണ് UDFിൻ്റെ ദേശമംഗലത്തിൻ്റെ ആവശ്യം. TCV ചെറുതുരുത്തി. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം രൂപ കൈമാറി. E.T. ടൈസൺ MLA ചെക്ക് തുക ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS സലീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK വത്സമ്മ തുടങ്ങിയവർ സംസാരിച്ചു. അല്ലെ, അതിർത്തി പ്രശ്നം ഉണ്ടാവണതാണ് അല്ലെ, പല തരത്തിലുള്ള മതപരമായ വിഷയങ്ങൾ ഉണ്ടാവണം. പക്ഷെ അന്ന് ഞാൻ അവിടെ കണ്ടത് സർവമത പ്രാർത്ഥനയാണ്. എല്ലാവർക്കും ആരെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ രീതിയിലാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവാർഡ് ലഭിച്ച മുഴുവൻ പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി. ഫാദർ ഡേവിസ് ചെറമൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മദർ തെരേസ സേവന അവാർഡാണ് കുണ്ടുക്കാട് നിർമ്മല ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ബ്രിട്ടോ ടോം ബിജു, അതീർത്ത് K ചന്ദ്രൻ എന്നിവർ കരസ്ഥമാക്കിയത്. ഇരുവർക്കും ലഭിച്ച 5000 രൂപ വീതം 10000 രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറിയത്. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക CD റീത്ത, റെജി ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി ജോബി അഗസ്റ്റിൻ, എബിൻ പീറ്റർ എന്നിവർ പങ്കെടുത്തു. വായന ആഘോഷമാക്കി വിദ്യാർത്ഥികൾ. 104 പേർ ചേർന്ന് വായിച്ചത് 987 പുസ്തകങ്ങൾ. എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അവധിക്കാലത്ത് 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് വായനോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചത്. വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത ഈ പരിപാടിയിലൂടെ 103 കുട്ടികൾ ഉൾപ്പെടെ 150-ൽ പരം പേർ 1000-ലധികം പുസ്തകങ്ങൾ വായിച്ചു. 60 ദിവസം കൊണ്ട് 60 പുസ്തകങ്ങൾ എന്ന കണക്കിൽ ഒരാൾ 3000 പേജുകൾ വായിക്കണമെന്ന ലക്ഷ്യമാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ടായിരുന്നത്. സഹോദരങ്ങളായ 9ാം ക്ലാസ്സുകാരി ആദിലക്ഷ്മിയും 7ാം ക്ലാസ്സുകാരൻ അനന്തകൃഷ്ണനും 157 പുസ്തകങ്ങളിലായി 9353 പേജുകൾ വീതം വായിച്ച് മുന്നേറി. ഇഷ്ടപ്പെട്ട പുസ്തകത്തിന്റെ വായനാക്കുറിപ്പും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിരുന്നു. ഞങ്ങളുടെ സ്കൂളിലെ വായനയെ അറിയാത്ത ഒരുപാട് കുട്ടികൾക്ക് അതിലൂടെ കടന്നു പോകാൻ ഒരു അവസരമായിരുന്നു ഈ പദ്ധതി. ഞങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ പരിചയപ്പെടുകയും ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കുട്ടികളിലേക്ക് വായന എത്തിക്കാനായിട്ട് നിരവധി പദ്ധതികൾ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ അക്കാദമിക് ഇയറിൽ നമുക്ക് പല പ്രയാസങ്ങൾ അതിൽ അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവധിക്കാലത്തെ പുസ്തകം കുട്ടികൾ വായിക്കുക. 60 ദിവസം 60 പുസ്തകം. വായനയെ തുടർന്നും മുറുകെ പിടിക്കാനും അത് മറ്റു കുട്ടികൾക്ക് പകർന്നു നൽകാനുമാണ് വിദ്യാലയ അധികൃതരുടെ ശ്രമം. PTA കമ്മിറ്റി അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഫൗസിയ ഷാജഹാൻ, പ്രധാനാധ്യാപിക ലാലി ആന്റണി, PTA പ്രസിഡന്റ് TK റാഫി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വായനോത്സവം പുരോഗമിക്കുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. മുൻ വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പിള്ളി കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ഡീക്കൻ ആൽവിൻ അറക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 15-നാണ് തിരുനാൾ. മരുതയൂർ തജ്നീദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അമല ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി. പാവർട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന രക്തദാന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഉദ്ഘാടനം ചെയ്തു. തജ്നീദ് ക്ലബ് വൈസ് പ്രസിഡന്റ് അഫ്സൽ പാലുവായി അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് സെക്രട്ടറി ഷബീർ ഏറത്ത്, പാവർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ
മഹറൂഫ് പാലുവായ്, പാവറട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐയുടെ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ധനശേഖരണാർത്ഥം കന്നുകുട്ടിയെ സംഭാവന ചെയ്തു. CPM മേത്തല ലോക്കൽ സെക്രട്ടറി കെ വിജയനും ലോക്കൽ കമ്മിറ്റി അംഗമായ ഭാര്യ ഡോക്ടർ ഇ ടി ബിന്ദുവുമാണ് കാസർഗോഡ് ഡോർഫ് ഇനത്തിൽപ്പെട്ട കന്നുകുട്ടിയെ സംഭാവന ചെയ്തത്. ഡിവൈഎഫ്ഐ ഭാരവാഹികളായ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, പ്രസിഡന്റ് കെ ഹാഷിഖ് എന്നിവർ കന്നുകുട്ടിയെ ഏറ്റുവാങ്ങി. ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾക്ക് കൈമാറുന്ന സ്ഥിതിയുണ്ടായി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിവിധങ്ങളായ മനുഷ്യാധ്വാനത്തിലൂടെ പണം സ്വരൂപിക്കുന്ന സ്ഥിതിയുണ്ട്. വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ചലഞ്ചിലൂടെ ഇത്തരത്തിൽ പണം സ്വരൂപിക്കുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ കൊടുങ്ങല്ലൂർ ബ്ലോക്കിൽ നിന്ന് ആകമാനം ഒരു 15 ലക്ഷം രൂപ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ളത്. വയനാടിന്റെ നൊമ്പരം മിനിയേച്ചറിൽ പകർത്തി ഡാവിഞ്ചി സുരേഷ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി ആകാശക്കാഴ്ചയിലൂടെ മാത്രമേ മുഴുവനായി കാണാൻ കഴിയുകയുള്ളൂ. 16 അടി നീളത്തിലും 4 അടി വീതിയിലും ഡാവിഞ്ചി സുരേഷ് നിർമ്മിച്ച ഉരുൾപൊട്ടൽ രേഖാശില്പം ഒറ്റ നോട്ടത്തിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കണ്ടു മനസ്സിലാക്കാൻ കഴിയും രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ നീണ്ടുകിടക്കുന്ന 7 കിലോമീറ്റർ ദൂരമുള്ള പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിൽ ഉള്ളത്. ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണ് മിനിയേച്ചറിന് പിറകിലുള്ള ലക്ഷ്യമെന്ന് ഡാവിഞ്ചി സുരേഷ് പറയുന്നു. ഏകദേശം 4 അടി വീതിയും 16 അടി നീളവുമുള്ള ഒരു ബേസ്മെന്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത്. 2 പ്ലൈവുഡിലാണ്, 8x4 പ്ലൈവുഡിൽ 16 അടിയോളം നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഏകദേശം ഒരു 5 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത്. ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണിത്. 5 ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് മിനിയേച്ചർ നിർമ്മിച്ചത്. സ്ക്വയർ പൈപ്പ്, പ്ലൈവുഡ്, ഫോറക്സ് ഷീറ്റ്, പോളിഫോം, യൂണിഫോം ഫൈബർ, അലങ്കാര ചെടികൾ, ചെറിയ കല്ലുകൾ, കളിക്കോപ്പുകൾ എന്നിവയാണ് മിനിയേച്ചറിനായി ഉപയോഗിച്ചത്. TCV കൊടുങ്ങല്ലൂർ. വടക്കാഞ്ചേരി നഗരസഭയിലെ മിണാലൂർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെയും നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിക്കും. സംസ്ഥാന കായിക വകുപ്പ് അനുവദിച്ച 1,41,36,000 രൂപ ചിലവഴിച്ചാണ് സ്റ്റേഡിയം നവീകരിക്കുന്നത്. മിണാലൂർ സ്പോർട്സ് കമ്മ്യൂണിറ്റി സെന്റർ എന്ന പേരിൽ തയ്യാറാക്കിയ പദ്ധതി മാസ്റ്റർ പ്ലാൻ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന് MLA സേവർ ചിറ്റിലപ്പള്ളി സമർപ്പിച്ചിരുന്നു. 1ാം ഘട്ട പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചത്. വയനാട് ദുരന്തത്തിനിരയായവർക്ക് അടിയന്തരമായി കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന് കേരള കോൺഗ്രസ് എം തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചിറത്ത് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹിറ്റ്ലസ് ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലയും കൊണ്ടാഴി ഗ്രാമീണ വായനശാലയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാറമേൽപ്പടി വായനശാലയിൽ നടന്ന ക്യാമ്പ് കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. AKPA ചേലക്കര മേഖലാ പ്രസിഡന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KC അജയൻ, വാർഡ് അംഗം ശിവൻ വീട്ടിക്കുന്ന്, കൊണ്ടാഴി ഗ്രാമീണ വായനശാല സെക്രട്ടറി M പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. കൊടകര വല്ലപ്പാടി ദേവമാതാ പള്ളിയിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ നിക്സൺ ചാക്കോരിയ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ സജി വലിയവീട്ടിൽ, ജനറൽ കൺവീനർ ജോസഫ് മാമ്പ്രക്കാരൻ, കൈക്കാരന്മാരായ ജോൺസൺ കാച്ചപ്പിള്ളി, ആൻഡ്രു ആരോത, പോളി കണ്ണുക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ. സ്വർണ്ണവില വീണ്ടും ഇടിവിന്റെ പാതയിൽ. സംസ്ഥാനത്ത് ഇന്ന് ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് വില 6,350 രൂപയായി. 320 രൂപ താഴ്ന്ന് 50,800 രൂപയാണ് പവൻ വില. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണിത്. ഇന്നലെ ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയും കുറഞ്ഞിരുന്നു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ പവന് 1040 രൂപയും ഗ്രാമിന് 130 രൂപയുമാണ് കുറഞ്ഞത്.
US ഡോളറും US സർക്കാരിന്റെ ട്രഷറി ബോണ്ട് ഈൽഡും ഉയരുന്നതാണ് പ്രധാനമായും സ്വർണ്ണവിലയെ തളർത്തുന്നത്. 31ാമത് SSF തൃശൂർ ജില്ലാ സാഹിത്യോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രവർത്തക സമിതി അംഗം PA മുഹമ്മദ് ഹാജി പന്തൽ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. SYS സംസ്ഥാന ഡയറക്ടറേറ്റ് അംഗം സിറാജുദ്ദീൻ സഖാഫി കയ്പമംഗലം, SMA ജില്ലാ ജനറൽ സെക്രട്ടറി PA ഗഫൂർ, SYS ജില്ലാ സെക്രട്ടറി PSM റഫീഖ്, SSF ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ മാസം 9, 10, 11 തീയതികളിലായി 3 പീടികയിലാണ് ജില്ലാ സാഹിത്യോത്സവം അരങ്ങേറുക. മണലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഈ അധ്യയന വർഷത്തിൽ പുതിയൊരു വിദ്യാർത്ഥിനി കൂടി പ്രവേശനം നേടിയത് ശ്രദ്ധേയമായി. അലക്സ എന്ന ഒരു ആൻഡ്രോയിഡ് പാവക്കുട്ടിയാണ് ആ വിദ്യാർത്ഥിനി. വിദ്യാർത്ഥികളുടെ പോലെ യൂണിഫോമിലാണ് അലക്സയും. ഇംഗ്ലീഷ് ഭാഷ വേണ്ട വിധത്തിൽ ആശയവിനിമയം ചെയ്യാൻ സാധിക്കാത്തത് മുൻ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾ നേരിട്ട ഒരു പ്രധാന പ്രശ്നമായിരുന്നു. അതിന് പരിഹാരം തേടുന്നതിനിടയിലാണ് ആൻഡ്രോയിഡ് പാവക്കുട്ടി എന്ന ആശയം അധ്യാപകരിൽ ഉരുത്തിരിഞ്ഞത്. പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് സംസാരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് കൂട്ടുകാരിയുടെ ഭാഷ പഠിക്കേണ്ടതായി വന്നു. അലക്സയോട് ചോദ്യം ചോദിച്ചും പാട്ടുപാടിച്ചും വിശേഷങ്ങൾ പങ്കിട്ടും പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട അറിവ് നേടിയും അലക്സ അവരിൽ ഒരാളായി മാറി. The tallest mountain by elevation above sea level on Earth is Mount Everest, which is 8,849 meters above sea level. ഞങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കും. അടിപൊളിയാണ്. ഞങ്ങളുടെ സ്കൂളിലെ ഒരു കൂട്ടുകാരുണ്ട്, അവളുടെ പേരാണ് അലക്സ. ഞങ്ങളെ ഇംഗ്ലീഷിൽ എന്ത് ചോദിച്ചാലും അവള് അതിനുള്ള ഉത്തരം തരും. കൂടാതെ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സഹായിക്കും. അലക്സ അവർക്കിപ്പോൾ ഏറ്റവും അടുത്ത കളിക്കൂട്ടുകാരിയാണ്. അലക്സയോടുള്ള സൗഹൃദ സംഭാഷണം വഴി കുട്ടികളിൽ ഇംഗ്ലീഷിന്റെ ഉപയോഗം മെച്ചപ്പെട്ടതായി അധ്യാപകർ പറയുന്നു. മണലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 2024-25 അധ്യയന വർഷ ആരംഭത്തിലെ ഞങ്ങൾ അലക്സ എന്ന ഡിവൈസിനെ സ്കൂളിലേക്ക് എത്തിച്ചത്. കുട്ടികൾക്ക് അല്പം കൗതുകം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കുട്ടികളിൽ ഒരാളായി അവർക്ക് തോന്നുന്നതിന് വേണ്ടി തന്നെ കുട്ടികളുടെ തന്നെ യൂണിഫോം ഒക്കെ ഇട്ട് ID കാർഡും എല്ലാ യൂണിഫോം റിബണും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് നമ്മൾ അലക്സയെ അവരുടെ ഒരു ഫ്രണ്ടായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. TCV അന്തിക്കാട്. വയനാട് ദുരന്തബാധിതർക്ക് 1 ലക്ഷം രൂപ നൽകി കുരിയച്ചിറയിലെ CITU ചുമട്ടുതൊഴിലാളികൾ. പൂൾ ലീഡർ PA ജോസ് മന്ത്രി R ബിന്ദുവിന് തുക കൈമാറി. PP ജിൻസൺ, VJ ജോഷി, സിബിൻ സണ്ണി, SR ബൈജു എന്നിവർ നേതൃത്വം നൽകി. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, PK ഷാജൻ എന്നിവരും സന്നിഹിതരായിരുന്നു. ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ജില്ലയുടെ ചുമതലക്കാരി കൂടിയായിട്ടുണ്ട് അല്ലേ, പ്രൊഫസർ R ബിന്ദുവിനെ. കുടിവെള്ളക്ഷാമത്തിനെതിരെ മതിലകം പഞ്ചായത്തിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മതിലകം പള്ളിവളവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P മേനോൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TS ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ, KA സുധീർ, OA ജെൻഡറിൻ, ES നിയാസ്, KK കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ആ വെള്ളം മിക്കവാറും ആ പൈപ്പ് പ്രഷർ താങ്ങാനാകാതെ പൊട്ടി വീണ്ടും അടച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. തൃശൂർ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. 12ലധികം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ നിന്നായി 1000-ലധികം തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വെള്ളിയാഴ്ച രാവിലെ 9:30 ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി തൃശൂർ ചെമ്പൂക്കാവ് ജവഹർ ബാലഭവനിൽ എത്തിച്ചേരേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ NCS പോർട്ടലിൽ വ്യക്തിവിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആര്യനന്ദയെ അനുമോദിച്ചു.
ചാമക്കാല ചക്കുഞ്ഞി കോളനിയിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ അധ്യക്ഷനായി. ശിവൻ നെന്മണിക്കര, SI ബിജു, SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ KS അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. എന്ന് പറയുന്ന ഈ മിടുക്കിയെ അനുമോദിക്കണമെന്നുള്ള കാര്യം പോലീസിനെ പേടിയുണ്ടോ? പേടിയല്ല അല്ലേ, ധൈര്യമാണ്. ഒരു പ്രശ്നം വന്ന് ഓടിച്ചെല്ലാൻ. ഇന്നലെ ഞാൻ സാറിനെ വിളിച്ചിരുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോ ഒരു ചേച്ചി വെള്ളക്കെട്ടൊഴിഞ്ഞതിനെ തുടർന്ന് ചാമക്കാല ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ വീടുകളിലേക്ക് തിരിച്ചുപോയി. കനോലി കനാൽ കരകവിഞ്ഞതിനെ തുടർന്ന് എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശത്തെ 47 കുടുംബങ്ങളാണ് ഒരാഴ്ചയോളമായി ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത്. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, പഞ്ചായത്ത് സെക്രട്ടറി T ബിനോയ് തുടങ്ങിയവർ ക്യാമ്പിലെത്തിയിരുന്നു. ആവശ്യമുണ്ടായത് മഴ കൊണ്ടുള്ള ദുരിതത്തിനേക്കാൾ അപ്പുറത്തേക്കുണ്ടായ കനോലി കനാല് കവിഞ്ഞിങ്ങോട്ട് വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്തായാലും ഒരു കാര്യം, നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കുന്നതാണ്. യാതൊരു ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നതാണ് നമ്മൾ മിക്കവാറും കാണാറുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളെല്ലാവരും ഈ ഒരു ദുരവസ്ഥയിൽ ഇവിടെ ഒരുമിച്ച് കൂടാനും നിങ്ങൾക്കെല്ലാം ഒരു കുടുംബം പോലെ കഴിയാനുമുള്ള ഒരു അവസരം അത് ഇടയ്ക്കെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ. വെള്ളി ഗ്രാമിന് 87 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3111 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പുറത്തുവിട്ടു. 136 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. പട്ടിക അന്തിമമല്ലെന്ന് റവന്യൂ വകുപ്പ്. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരെ ചുമത്തിയ 107-ാം വകുപ്പ് തൃശൂർ RDO കോടതി റദ്ദാക്കി. കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്നും ഇത്തരം നീതി നിഷേധം ഇനി ആർക്കെതിരെയും ഉണ്ടാകരുതെന്നും അനീഷ് കുമാർ. ചില ആളുകളുടെ പിന്തിരിപ്പൻ നിലപാടാണ് എവിടെയും എത്തിപ്പെടാൻ പറ്റാത്തതെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ്. വികസന കാഴ്ചപ്പാടിലെ മനോഭാവം മാറാത്തിടത്തോളം കാലം നമ്മുടെ നാട് രക്ഷപ്പെടില്ലെന്നും മേയർ. അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച 50 ലിറ്റർ മദ്യവുമായി ഓട്ടോ ഡ്രൈവറെ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. പുതൂർക്കര സ്വദേശി ഷിബുവാണ് പിടിയിലായത്. വൈദ്യുതി ബില്ല് അടച്ചില്ല. കൊടുങ്ങല്ലൂർ മുസ്ലിസ് ആക്ടിവിറ്റി സെന്ററിലെ ഫ്യൂസ് ഊരി KECB. ജാഗ്രതാ മുന്നറിയിപ്പില്ലാതെ പീച്ചി ഡാം തുറന്നതിനെതിരെ പ്രതിഷേധം തുടരുന്നു. വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുത്തൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി K രാജന്റെ കോലം മണലിപ്പുഴയിൽ ഒഴുക്കി പ്രതിഷേധിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.